നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വി ഡി സതീശനെ പോലെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഉണ്ടായി കാണാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്രയധികം നുണ പറഞ്ഞു കൂട്ടുന്നുണ്ട് ഒരു ദിവസം വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നുണ മാത്രം പറയുന്നവനാണോ എന്ന് പലപ്പോഴും വി ഡി സതീശനെ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവുമാരുടെ ലിസ്റ്റ് എടുത്താൽ ആ ലിസ്റ്റ് തിരിച്ചും മറച്ചും നോക്കിയാൽ നമുക്ക് അതിലൊന്നും ഒരു വി ഡി സതീശനെ കാണാൻ കഴിയില്ല. അതാണ് സതീശനും മറ്റു പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സതീശൻ ഇന്ന് പറഞ്ഞ ചില നുണകൾ നമുക്ക് നോക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന് പ്രത്യക്ഷപ്പെട്ട വി ഡി സതീശൻ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഇങ്ങനെയായിരുന്നല്ലോ. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, ലിസ്റ്റൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ മതി എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചു, നമ്മുടെ UDF പട്ടിക മാത്രം പക്ഷെ പുറത്തു വന്ന് കണ്ടില്ല. ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് LDF ആണ്. LDF ഇപ്പോഴങ്ങ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല, അവർക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ വി ഡി സതീശൻ മാധ്യമങ്ങൾ മുമ്പിൽ വന്നിരുന്ന നുണ പറഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച് സെക്കൻഡുകൾ കഴിഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് സ്ഥാനാർത്ഥി പട്ടിക മുഴുവനും പുറത്തുവിട്ടു. ഘടകകക്ഷികൾ ആരൊക്കെയാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കോൺഗ്രസിന്റെ ലിസ്റ്റ് പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. 24 മണിക്കൂറും കഴിഞ്ഞ് 48 മണിക്കൂറും കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സതീശൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കണ്ടേ? ഇന്ന് ഡൽഹിയിൽ വെച്ച് നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് മൂപ്പരെ പിടികൂടിയിട്ടുണ്ട്. അപ്പോ നുണയോട് നുണ ഒന്ന് കേട്ടു നോക്ക്. ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്. 24 മണിക്കൂർ മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനാ ഇപ്പൊ ചോദിക്കുമ്പോ കിടന്ന് ഉരുണ്ടു മറയുകയാണ്. അന്ന് തന്നെ മാധ്യമങ്ങൾ ഇപ്പൊ പ്രഖ്യാപിക്കുമെന്ന് ഓർത്ത് വി ഡി സതീശന്റെ അടുത്തേക്ക് ഓടി ചെന്നപ്പോ സതീശൻ എന്താണ് പറഞ്ഞത്? അല്ല, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഈ പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോതാ മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല, സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുമില്ല. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഇലക്ഷൻ ഉള്ളൂ. അപ്പോഴും ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മാത്രമല്ല വിസ്മയങ്ങൾ നടക്കാനുണ്ട് അത്ര. ആ വിസ്മയത്തെ പറ്റി മൂപ്പര് പറയുന്ന ചില ഡയലോഗ് കൂടി ഒന്ന് കേട്ടോ. ദിവസം കൂടി കാത്തിരിക്കുന്നത് എന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ഞാൻ 23-ാം തീയതിയാണ് ഇലക്ഷൻ എങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു 3 ദിവസം കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാന്ന്. പിന്നെ എല്ലാ സീറ്റും കൂടി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മളങ്ങനെ കെണി വെച്ച ആളെ പിടിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ എന്ത് വിസ്മയം എന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തിൽ? ഇനി വേണോ ഇങ്ങനെയൊക്കെ ക്യാപ്സ്യൂൾ ഇറക്കാൻ വി ഡി സതീശന് മാത്രമേ കഴിയൂ. അല്ല സതീശ, കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയ രശ്മി എന്ന് പറയുന്ന വിസ്മയം ഇപ്പൊ എവിടെയാണ്? NDA സ്ഥാനാർത്ഥിയായിട്ട് UDF മത്സരിക്കുകയല്ലേ കൊട്ടാരക്കരയിൽ. പോട്ടെ, കുന്നത്തുനാട് KPCC വൈസ് പ്രസിഡന്റ് സജീന്ദ്രനെതിരെ മത്സരിക്കുന്ന ബാബു ദിവാകരൻ ആരാണ്? മുൻ DCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? അപ്പോ ഈ വിസ്മയങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പട്ടിക പുറത്തുവിടുകയാണെങ്കിൽ നമ്മുടെ എൽദോസിനെ പോലുള്ള ആളുകളെ കൂടി ഇങ്ങനെ പോകാതെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ബഹുരസമായിട്ടുള്ള ഒരു ഡയലോഗ് കൂടി ഇതിനിടയിൽ പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF ആണ്. ടീം UDF ഒരു അലോസരം ചർച്ചയ്ക്കിടയിൽ ഉണ്ടായോ? സീറ്റ് വിഭജനത്തിന്റെ ഇടയിൽ UDF ഇടയിൽ ഒരു അലോസരം ഉണ്ടായോ? കേട്ടല്ലോ. ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഈ സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ന് മാത്രം വന്നിട്ടുള്ള ചില വാർത്തകൾ ഞാൻ വായിക്കാം. കൈരളിയിലുള്ള വാർത്തയല്ല കേട്ടോ സതീശ, കാരണം അല്ലെങ്കിൽ എന്ത് വന്നാലും കൈരളിയുടെ തലയിൽ വെച്ച് കേട്ടു. ഇത് ദേശാഭിമാനിയിലോ കൈരളിയിലോ ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ടറിനെ പറ്റി പറയണ്ടല്ലോ, റിപ്പോർട്ടർ LDF ആണെന്നൊക്കെയാണ് പറയുന്നത്. അതിലൊന്നും വന്ന വാർത്തയല്ല. നിങ്ങളൊക്കെ വായിക്കുന്ന മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വന്ന വാർത്തയാണ്. ചിലത് മാത്രം വായിക്കും. ഇന്ന് മാത്രം വന്നതാണ് കേട്ടോ, എല്ലാ ദിവസവും വരുന്നുണ്ട്, അത് വേറെ കാര്യം. കണ്ണൂരിൽ K സുധാകരൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ താൻ മത്സരിക്കുമെന്ന് മമ്പറം ദിവാകരൻ. സുധാകരൻ കാണിക്കുന്നത് തോന്നിവാസമാണെന്നും ദിവാകരൻ. ഇത് കൈരളിയിൽ ഒന്നും വാർത്തയല്ല കേട്ടോ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമേ, എവിടേക്കാ നിങ്ങൾ പോകുന്നത്? എവിടേക്കാ നിങ്ങൾ പോകുന്നത്? രണ്ടാമത്തെ വാർത്ത കേട്ടോളൂ. സന്ദീപ് വാര്യരുടെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിത്വത്തിൽ കാസർഗോഡ് DCC കടുത്ത അതൃപ്തി. തൃക്കരിപ്പൂരിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്നാണ് നിലപാട്. ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 ദിവസമായിട്ട് ഉറങ്ങാതെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്നെങ്കിലുള്ള കരുണ വേണ്ടേ? മൂന്നാമത്തെ വാർത്ത എങ്ങനെയാണ്? കുട്ടനാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. വിമതനായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഞാൻ ഇങ്ങനെയൊന്നും പറയല്ലേട്ടാ.
മറ്റൊരു വാർത്ത എങ്ങനെയാണ്, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കൊച്ചിയിൽ കോൺഗ്രസ് പോര്, പോസ്റ്റർ തയ്യാറാക്കി ദീപ്തി മേരി വർഗീസ്, മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഒരു വിഭാഗം. എന്തൊരു കഷ്ടമാണ്. മറ്റൊരു വാർത്ത എങ്ങനെയാണ്, പുനലൂരിൽ UDF-ൽ കടുത്ത ഭിന്നത, സീറ്റ് ലീഗിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന ആവശ്യം, ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി യോഗം ചേർന്നു, ലീഗിൽ നിന്ന് തിരിച്ചെടുക്കണം എന്ന് നേതാക്കളുടെ ആവശ്യം. മറ്റൊരു വാർത്ത, G. സുധാകരനെ UDF പിന്തുണയ്ക്കുന്നതിൽ അതൃപ്തി. യൂത്ത് കോൺഗ്രസ് നേതാവ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അങ്ങനെ കുറെ വാർത്തകൾ ഉണ്ട് കേട്ടോ. അപ്പോഴും സതീശൻ പറയാണ് ഞങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണെന്നാണ് പറയുന്നത്. അല്ല സതീശ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇലക്ഷന് മത്സരിക്കാനായിട്ട് സമയം ഉണ്ടാവോ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ, ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ, മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയില് സണ്ണി കപ്പിക്കാടിനെ പറ്റി ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ പറ്റിച്ചില്ലേ എന്ന്. അപ്പോ സതീശിന്റെ മറുപടി ഒന്ന് കേൾക്കാൻ കേട്ടോ, അത് രസമാണ്, ആരും ചിരിക്കരുത്. സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു, ദളിതരോടും ആദിവാസികളോടുമുള്ള കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ സീറ്റ് ഒന്നും വാഗ്ദാനം ചെയ്തത്, ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു, അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ഈ പ്രതികരണം കണ്ട് പെട്ടെന്ന് കണ്ണുപിടിച്ചപ്പോഴാണ് ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റ് കണ്ടത്. ബിനീഷ് ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്, സണ്ണി കപ്പിക്കാട് ഇങ്ങോട്ട് വിളിച്ച് സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു, കോൺഗ്രസ് രാഷ്ട്രീയ സത്യസന്ധത കാണിക്കണം എന്ന്. അപ്പൊ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് ആരാണ് വാഗ്ദാനം ചെയ്തത്? അപ്പൊ കപ്പിക്കാട് പറയാണ് VD സതീശൻ. അതിന്റെ അടിയിൽ കൊടുത്തിരിക്കുകയാണ് ഇതിലും ഭേദം ഡിജിറ്റൽ അറസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ കോമഡികളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വനവാസത്തിന് പോകേണ്ടി വരും സതീശ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി വനവാസത്തിനാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വിസ്മയം തീർക്കാനാണോ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാം. കോൺഗ്രസിലുള്ള പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴും അവർ ഒരു ഇലക്ഷന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു ഗതികെട്ട പ്രതിപക്ഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അടുത്ത പ്രതിപക്ഷ നേതാവ് ലീഗിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടിയാകാനാണ് സാധ്യത. ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു സാധ്യതയെ പറ്റിയും അങ്ങനെയുള്ള ചർച്ചകളെ പറ്റിയും ഒക്കെ ചർച്ച നടത്തി തുടങ്ങാം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. UDF എന്ന് പറയുന്ന ഒരു പാർട്ടി എത്രത്തോളം നശിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് കൂട്ടമായി BJP-യിലേക്ക് പോകുന്ന കാഴ്ച. രാജ്യത്ത് എങ്ങനെയാണോ BJP-യെ കോൺഗ്രസ് വളർത്തിയത് അതുപോലെ തന്നെ അതേ സ്ട്രാറ്റജി കേരളത്തിൽ BJP-യെ വളർത്തുകയാണ് കോൺഗ്രസ്. നമ്മുടെ പത്മജ വേണുഗോപാൽ ഇപ്പൊ എവിടെയാണ്? അനിൽ K. ആന്റണി എവിടെയാണ്? അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ ഇപ്പോ BJP-യിലാണ്. അങ്ങനെ എല്ലാവരെയും ഇട്ടുകൊടുത്ത് വളമിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കുമ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇവിടെ ഒരു മുന്നണി ഉണ്ടാകും. ആ മുന്നണിയുടെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ്. ആ മുന്നണി ഒരു ന്യൂനപക്ഷ വർഗീയതയും ഒരു ഭൂരിപക്ഷ വർഗീയതയും താലോലിക്കില്ല. ഒരു വർഗീയവാദിയുടെ തിണ്ണ നിലങ്ങാനും പോകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന്.